പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. എട്ടാം ശമ്പള കമ്മീഷനിൽ കുത്തനെയുള്ള ശമ്പള വർധന ഉണ്ടായേക്കില്ലെന്ന് റിപ്പോർട്ട്. ഉയർന്ന ശമ്പളത്തിന്റെയും പെൻഷന്റെയും സാമ്പത്തികാഘാതം സർക്കാർ പരിശോധിക്കുന്നതിനാൽ എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഏഴാം ശമ്പള കമ്മീഷന് സമാനമായ 2.57 അടുത്തുള്ള ഫിറ്റ്മെന്റ് ഘടകം ശുപാർശ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എട്ടാം ശമ്പള കമ്മീഷനിൽ കുത്തനെയുള്ള ശമ്പള വർധനവുണ്ടായേക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഉയർന്ന ശമ്പളത്തിന്റെയും പെൻഷന്റെയും സാമ്പത്തിക ആഘാതം സർക്കാർ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഏഴാം ശമ്പള കമ്മീഷന്റേതിന് സമാനമായ 2.57 അടുത്തുള്ള ഫിറ്റ്മെന്റ് ഘടകം ശുപാർശ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതുക്കിയ അടിസ്ഥാന ശമ്പളവും പെൻഷനുകളും കണക്കാക്കാനാണ് ശമ്പള കമ്മീഷനുകൾ ഫിറ്റ്മെന്റ് ഘടകം ഉപയോഗിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും എത്രത്തോളം വർദ്ധിക്കുമെന്ന് തീരുമാനിക്കുന്നതിനാൽ എല്ലാ ശമ്പള കമ്മീഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണിത്. ഇത്തവണ ഇതിൽ സർക്കാർ ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഭാരം കാരണം കമ്മീഷൻ ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ടെന്ന് ആദ്യകാല ചർച്ചകൾ സൂചിപ്പിക്കുകയാണ്. ഫിറ്റ്മെന്റ് ഘടകത്തിന്റെ സാധ്യതാ പരിധി, സംസ്ഥാന സർക്കാരുകളുമായുള്ള കൂടിയാലോചനകൾ, പുതുക്കിയ ശമ്പള പെൻഷൻ ഘടനകളുടെ സാമ്പത്തിക ആഘാതം വിലയിരുത്തൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ കമ്മീഷൻ കടന്നിരിക്കുകയാണ് എന്നാണ് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയിച്ചത്. കമ്മീഷന് അന്തിമ ശുപാർശകളിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും മേലുള്ള സാമ്പത്തിക ആഘാതം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ജീവനക്കാരുടെ യൂണിയനുകൾ ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 3.83 എന്ന ഫിറ്റ്മെന്റ് ഘടകമാണ് ജീവനക്കാരുടെ ആവശ്യം. ഇത് പ്രകാരം കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 69,000 രൂപയായി ഉയർന്നേക്കും. ജീവനക്കാരുടെ സംഘടനകളിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും മറ്റ് പങ്കാളികളിൽ നിന്നുമുള്ള ഔപചാരിക പ്രാതിനിധ്യങ്ങൾ പൂർത്തിയാക്കി ജൂൺ 15-ന് മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കുന്ന പ്രക്രിയ അവസാനിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കിനൊപ്പം കമ്മീഷൻ ജീവനക്കാരുടെ മെമ്മോറാണ്ടങ്ങളും പഠിക്കും. ഉത്തർപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അടുത്ത ഘട്ട കൂടിയാലോചനകൾ ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.